കൂട്ടുകാരെ നമസ്കാരം. +1 തുല്യത എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഈ വരുന്ന 28-നാണ് എക്കണോമിക്സ് എക്സാം വരുന്നത്. അപ്പം എല്ലാവരും നല്ലതുപോലെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുന്നായി വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. നോക്കാം. ധവള വിപ്ലവം വിവരിക്കുക. കാർഷിക മേഖലയിൽ നൂതന കാർഷിക തന്ത്രങ്ങളെല്ലാം ഹരിത വിപ്ലവത്തിന് സഹായിച്ചതുപോലെ ഓപ്പറേഷൻ ഫെഡ് ധവള വിപ്ലവത്തിന് കാരണമായി. അതിന്റെ ഫലമായി 1969 മുതൽ 2002 വരെയുള്ള കാലയളവിൽ ക്ഷീരോത്പാദനം 4 മടങ്ങായി വർദ്ധിച്ചു. ക്ഷീരോത്പാദന മേഖലയിൽ നാം കൈവരിച്ച നേട്ടമാണ് ധവള വിപ്ലവം. ദാരിദ്ര്യരേഖ എന്നാൽ എന്ത്? ദരിദ്രരെയും സമ്പന്നരെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ദരിദ്രരേഖ. ദാദാഭായ് നവറോജിയുടെ ജയിൽ ജീവിത ചെലവ് എന്ന ആശയത്തിൽ ദാരിദ്ര്യരേഖ അളക്കുകയുണ്ടായി. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് 2400 കലോറിയും പട്ടണ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് 2100 കലോറിയും ഒരു മാസം വേണമെന്ന് കണക്കാക്കി. ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിക്കായി 673 രൂപയും പട്ടണ പ്രദേശങ്ങളിൽ 860 രൂപയും വേണമെന്ന് കണക്കാക്കി. ഇതാണ് ദാരിദ്ര്യരേഖ. ചാപ്റ്ററിന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനുഷിക മൂലധന സ്വരൂപണവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം വിവരിക്കുക. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക പുരോഗതിയും മാനുഷിക മൂലധന സ്വരൂപണത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കുള്ള ചെലവ് മൂലധന സ്വരൂപണത്തിന് ആവശ്യമാണ്. ഒന്നും കൂടി പറയാം. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക പുരോഗതിയും മാനുഷിക മൂലധന സ്വരൂപണത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കുള്ള ചെലവ് മൂലധന സ്വരൂപണത്തിന് ആവശ്യമാണ്. 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ കാർഷിക വിപണനവും വായ്പാ സൗകര്യങ്ങളും വിവരിക്കുക. അപ്പം 1ാമത്തേത് വായ്പാ സൗകര്യങ്ങൾ നോക്കാം. 1969 14 വാണിജ്യ ബാങ്കുകളെ ദേശസാത്കരിച്ചു. 2ാമത്തേത് നബാർഡ് രൂപീകരിച്ചു 1982. സഹകരണ വായ്പാ സമ്പ്രദായം വികസിപ്പിച്ചു. ഹരിത വിപ്ലവം, ദേശീയ ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ വായ്പാ സ്ഥാപനങ്ങൾ, ഭൂപണയ ബാങ്കുകൾ, സ്വയം സഹായ സംഘങ്ങൾ. സൗകര്യങ്ങൾ നോക്കാം. നിയന്ത്രിത വിപണികൾ സ്ഥാപിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക, സഹകരണ വിപണികൾ സ്ഥാപിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ഒരു തണ്ടുവില പ്രഖ്യാപിക്കുക, കർഷകർക്ക് ആവശ്യമായ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമാക്കുക. മറ്റൊന്നും കൂടി പറയാം. കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം വിവരിക്കുക. കാർഷിക മേഖലയിലെ വൈവിധ്യം 3 തരമുണ്ട്. കാർഷിക വിളകളുടെ വൈവിധ്യവൽക്കരണം, കാർഷികാനുബന്ധ തൊഴിലുകളുടെ വൈവിധ്യവൽക്കരണം, അടുത്തത് കാർഷികേതര തൊഴിലുകളുടെ വൈവിധ്യവൽക്കരണം. പിന്നെ വരുന്നത് മൃഗസംരക്ഷണം. ഇത്രയും ഇപ്പൊ അതിൽ വരും. അടുത്ത ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ? പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളുടെയും ആകെത്തുകയാണ് പരിസ്ഥിതി. ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു, പാഴ്വസ്തുക്കളെ ലയിപ്പിക്കുന്നു, പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് ചാപ്റ്റർ 10 നിന്ന് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളുടെ വികസന തന്ത്രങ്ങൾ ചർച്ച ചെയ്യുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നിടങ്ങളുടെയും വികസന തന്ത്രങ്ങളിൽ സമാനതയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായത് 1947-ലും ചൈന 1949-ലുമാണ്. 3 രാജ്യങ്ങളും പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 1951-ൽ ഇന്ത്യയും 53-ൽ ചൈനയും 56-ൽ പാകിസ്ഥാനും പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 1980-കൾ വരെ 3 രാജ്യങ്ങളുടെയും വികസനത്തിന്റെ രൂപം ഒരുപോലെ ആയിരുന്നു. നമുക്ക് ചാപ്റ്റർ 8 ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രോജക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാം? പഠന മേഖല തിരഞ്ഞെടുക്കുക, പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുക, ഡേറ്റകളുടെ ശേഖരണം, ഡേറ്റകളുടെ തരംതിരിക്കൽ, ഡേറ്റകളുടെ അവതരണം, അപഗ്രഥനവും വ്യാഖ്യാനവും, ഉപസംഹാരം, ഗ്രന്ഥസൂചിക. അപ്പോൾ ഇത്രയാണ് വരുന്നത്.
അപ്പം കൂടുതൽ വീഡിയോ വേണമെങ്കിൽ, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും നല്ലതുപോലെ എക്സാം എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ. സൈനിങ് ഓഫ്.